മലപ്പുറത്ത് കോഡൂർ പഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം വേർതിരിക്കുന്നിടത്താണ് അഗ്നിബാധയുണ്ടായത്. 2 നില കെട്ടിടം പൂർണ്ണമായും അഗ്നിക്കിരയായി. ശാന്തകുമാർ വള്ളലത്തുണ്ട്. ശാന്തകുമാർ, തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും തീ 1 മണിക്കൂറിലെ തീവ്രശ്രമത്തിനൊടുവിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന സംഭരണ കേന്ദ്രത്തിന്റെ 2 നില കെട്ടിടമാണ്. 2 നില കെട്ടിടം പൂർണ്ണമായും അഗ്നിക്കിരയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട്, യന്ത്ര സൗകര്യങ്ങളോട് കൂടിയാണ് ഇത് വേർതിരിക്കുന്നത്. അവയെല്ലാം അഗ്നിക്കിരയായിട്ടുണ്ട്. സമ്പൂർണ്ണമായും നശിച്ച നിലയിൽ തന്നെയാണുള്ളത്. ഒരു മണിക്കൂർ മുമ്പാണ് തീ ഈ കെട്ടിടത്തിനകത്തു നിന്നും പടർന്നത്. അതിനുശേഷമായി 8 ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആർക്കും മനുഷ്യ സംഭവങ്ങളോ മറ്റ് അപകടങ്ങളോ പരിക്കുകളോ ഒന്നും സംഭവിച്ചില്ല. ഏറെ ആശ്വാസകരമാണ്. എന്തായാലും ഒരു ഇടുങ്ങിയ റോഡായതിനാൽ അഗ്നിശമന സേനയുടെ വലിയ വാഹനങ്ങൾ, വെള്ളം നിറച്ചുള്ള വലിയ വാഹനങ്ങൾ എത്തുന്നതിനുള്ള പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ചെറിയ വാഹനം മാത്രം എത്തുകയും തൊട്ട അരികിലുള്ള കടലുണ്ടി പുഴയിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിച്ചുമെല്ലാമാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഒഴിവായത്. പക്ഷേ ഇവിടെ ഈ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്നും ഇത് ദുരൂഹതയുണ്ട്. ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് ഈ പോലീസ് എത്തിയിട്ടുണ്ടോ അഗ്നിബാധയുടെ കാരണം സംബന്ധിച്ച്? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നേരത്തെ വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ ഹരിതകർമ്മസേനയിലെ ചില അംഗങ്ങൾ തന്നെ പരാതി പറയുന്നുണ്ട്. ഇവിടെ ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ ചില ഭീഷണികൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴുണ്ടായ അഗ്നിബാധയിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് ഹരിതകർമ്മസേന തന്നെ നമ്മോട് തന്നെ പറയുകയുണ്ടായി. ഇവയെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും മറ്റൊരു ഒരു നിഗമനത്തിലെത്താൻ കഴിയുക. എന്തായാലും പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വൈദ്യുത വകുപ്പും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം സ്ഥലത്തെത്തി അതിന്റെ ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. ശരി, ശാന്തകുമാർ വള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.